എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ഇന്നത്തെ പത്രവാർത്തയിൽ നിന്നും അറിഞ്ഞ ഒരു വിവരത്തെക്കുറിച്ചാണ്. അതായത് ഒരു കമ്പനി 800 പേരെ ഒരേ സമയം പിരിച്ചയച്ചു. ഒരു രാത്രി കൊണ്ട് കൊടുത്തൊരു നോട്ടീസാണ്. അപ്രതീക്ഷിതമായിരുന്നു. അങ്ങനെ 200 പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. രാഷ്ട്രീയക്കാരും മറ്റു ലേബർ ബോർഡ് ഓഫീസേഴ്സും ഒക്കെ കമ്പനിക്കാരെ സമീപിച്ചു. അപ്പോൾ അവർ 3 മാസത്തെ ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. കൊടുക്കുമായിരിക്കും. അത് ഒരു സൈഡ്. എനിക്ക് ഈ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ള ഒരു പ്രധാന കാരണം, നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതലുള്ള ഒരു ഹൈടെക് സാലറിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. മോസ്റ്റ്ലി ഏതാണ്ട് 75 ആൾക്കാർക്കും നല്ല സാലറിയാണ് കിട്ടുന്നത്. ഇത് ആദ്യമായി ഈ സാലറി കിട്ടുന്നവർ അത് വലിയ സന്തോഷിക്കും. എന്നാൽ ഈ സന്തോഷത്തിനോടൊപ്പം അതിൻ്റെ ഉള്ളിൽ പതിയിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അഡ്വാൻസായിട്ട് ആരൊക്കെ ചിന്തിക്കുന്നോ അവർക്കൊരിക്കലും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല. അത് വരാതിരിക്കണമെങ്കിൽ ചെയ്യേണ്ടത്, നമ്മൾ 1 മാസത്തെ ശമ്പളം കിട്ടിയാൽ ആ തുകയുടെ വലിപ്പം കണ്ട് നമുക്ക് പല മാറ്റങ്ങളും നമ്മളിലുണ്ടാകും. ഉടൻ തന്നെ ഒരു ചിലർ കയ്യിലുള്ള ഉപയോഗിക്കാൻ കണ്ടീഷനുള്ള വണ്ടി തന്നെ കാണുന്ന വിലയ്ക്ക് കൊടുക്കും. അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറഞ്ഞ് കിട്ടുന്നതിലും പകുതി തുകയ്ക്ക് കൊടുത്ത് വളരെ അത്യാധുനിക ആഡംബരക്കാർ സ്വന്തമാക്കും. അത് അവർക്ക് കിട്ടുന്ന ശമ്പളം വെച്ച് നോക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ ഇവരുടെ ഈ ജോലിയും ഇവർക്ക് കിട്ടുന്ന ശമ്പളവും എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് അറിയില്ല. പ്രധാനപ്പെട്ട ഈ പ്രിയ സുഹൃത്തുക്കളോടൊന്ന് പറയാനുള്ളത്, ഇനിയെങ്കിലും നിങ്ങളൊന്ന് കരുതണം, ഈ ലോകത്തൊന്നും ശാശ്വതമല്ല. നമുക്ക് കിട്ടുന്ന ജോലി, നമുക്ക് കിട്ടുന്ന ശമ്പളം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ചിലവുകൾ, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മറ്റു പലതും, ഇവയൊക്കെ നാം അതിജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ. സാമ്പത്തികമില്ലെങ്കിൽ നമ്മോടൊപ്പം ആരും കാണില്ല. അവസാനം കാണുന്നത് നാം മാത്രമായിരിക്കും. അതുകൊണ്ട് 1 വർഷം എങ്കിലും ജോലി കിട്ടുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ, നല്ല ശമ്പളമാണെങ്കിൽ, നിങ്ങളൊന്ന് കരുതേണ്ടത് 6 മാസം കിട്ടുന്ന ശമ്പളം കൊണ്ട് നിങ്ങളുടെ എല്ലാ എക്സ്പെൻസും 6 മാസം കൊണ്ട് 1 വർഷം കൊണ്ട് മീറ്റ് ചെയ്യണം. 1 വർഷം കിട്ടുന്ന ശമ്പളത്തിൽ നിങ്ങളാകെ സ്പെൻഡ് ചെയ്യേണ്ടത് വെറും 6 മാസത്തെ ശമ്പളമായിരിക്കണം. ഈ 6 മാസത്തെ ബാക്കി ആ ശമ്പളം നിങ്ങൾ സേവിങ്സിലേക്ക് മാറ്റുക. അതിലുണ്ടാകുന്ന ഗുണം, നിങ്ങൾക്ക് 1 മാസത്തെ ശമ്പളം കൊണ്ട് നിങ്ങൾ 2 മാസം നിങ്ങളുടെ എക്സ്പെൻസിനെ കൺട്രോൾ ചെയ്യുകയാണ്. നിങ്ങളുടെ പോക്കറ്റിൽ എപ്പോഴും ഒരു ചെറിയ സേവിങ്സ് ഉണ്ടാകും. ഒരിക്കലും നമുക്ക് അപ്രതീക്ഷിതമായി കിട്ടുന്ന, നമ്മൾ നഷ്ടപ്പെടുന്ന ജോലിയിൽ ഒക്കെ നമ്മൾ വിലപിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജോലി നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടു. പക്ഷേ എന്ത് നഷ്ടപ്പെട്ടാലും നമ്മുടെ ഡേ ടു ഡേ ലൈഫുണ്ട്. പ്രത്യേകിച്ച് ഫാമിലി ആണെങ്കിൽ, മാരീഡ് ആണെങ്കിൽ, നമുക്ക് വാടക കൊടുക്കണം, കാറിൻ്റെ ലോൺ അടയ്ക്കണം, അങ്ങനെ പല 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 ഇൻഷുറൻസിൻ്റെ പേയ്മെൻറ്റ്, ഇങ്ങനെയൊക്കെ പലതും ഉണ്ട്. ഇതിനെല്ലാം നമ്മളൊരു പ്ലാനിങ് ചെയ്യണം. അതുകൊണ്ട് ലൈഫ് എപ്പോഴും നമ്മളൊരു സ്റ്റാൻഡേർഡായി കാണാൻ ശ്രമിക്കണം. നമുക്ക് എത്ര പൈസ വന്നാലും എന്ത് പൈസ വന്നില്ലേലും നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻഷനുള്ളൊരു സംവിധാനം നമുക്ക് നമ്മുടെ ബാങ്കിൽ ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ വളരെയധികം നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും.
സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇപ്പം തന്നെ കണ്ടുമ്പോൾ 800 പേർക്കൊരു നോട്ടീസ് ഇട്ട് അവർ എത്ര കണ്ട് ബുദ്ധിമുട്ടുമെന്ന് അറിയില്ല. അതിൽ സേവിങ്സ് ചെയ്തവർ കാണും, ചിലപ്പോൾ സേവിങ്സ് ചെയ്യാത്തവർ കാണും. ഈ ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റുന്നത് ഈ പുതിയതായി ശമ്പളം വലിയ പ്രതീക്ഷിക്കുന്ന കൂടുതൽ ശമ്പളം കിട്ടിയാൽ അവരുടെ ചിലവുകളെ അധികം അങ്ങ് വർദ്ധിക്കും. വീട്ടിൽ പാചകം ചെയ്യാറില്ല, അവരെല്ലാം ജങ്ക് ഫുഡിനെ ആശ്രയിക്കും. എന്തുണ്ടെങ്കിലും ആരെങ്കിലും ഫോൺ ചെയ്താൽ ഡെലിവറി ബോയ്സ് ഫുഡ് കൊണ്ടുതരും, അങ്ങ് കഴിയും. കുറച്ച് അതിലും ഫുഡ് വേസ്റ്റൊക്കെ കാണാം. കഴിക്കാമെന്നുള്ളത് തന്നെ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന ഫുഡ് കുറച്ച് കഴിച്ച് ബാക്കി അവർ വേസ്റ്റ് കളയും. ഒന്ന് മനസ്സിലാക്കണം, ഒരിക്കൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടും. നിങ്ങൾക്ക് ആ ജോലി നഷ്ടപ്പെടും, ചിലപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ട് വരും. ജങ്ക് ഫുഡ് കഴിച്ച് ശീലിച്ചവർക്ക് പല രോഗങ്ങൾക്കും സാക്ഷ്യം വഹിക്കേണ്ടി വരും. അപ്പോൾ ആ ജങ്ക് ഫുഡിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് രോഗത്തിൽ കൂടി നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന അവസരത്തിലായിരിക്കും നമ്മുടെ ജോലി നഷ്ടപ്പെടുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കൂ, ബുദ്ധിമുട്ടാകില്ലേ? അതുകൊണ്ട് നാം എന്ത് തന്നെയായിരുന്നാലും എന്തിനും ഒരു ദീർഘവീക്ഷണം ഓരോ വ്യക്തികൾക്കും ഉണ്ടാകണം. വീക്ഷണമില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മുന്നേറില്ല, നമ്മൾ തകർന്നു പോകത്തേ ഉള്ളൂ. സാമ്പത്തികമില്ലെങ്കിൽ നമ്മോടൊപ്പം ആരും കാണില്ല, നാം തനിച്ചുള്ളൊരു യാത്രയായും. പക്ഷേ നമ്മൾ അങ്ങനെ അവസാനം ജോലിയുമില്ല ഒന്നുമില്ലാതിരിക്കുമ്പോൾ മുന്നിൽ വളരെ വളരെ ആഗ്രഹത്തോട് പർച്ചേസ് ചെയ്ത അത്യാധുനിക വാഹനം ഒരുപക്ഷെ ആക്രി വിലയ്ക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം അത് ഉപയോഗിക്കാൻ പറ്റിയില്ല, പെട്രോളിന് കാശ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള അനർത്ഥങ്ങൾ ആരിലും ഉണ്ടാകാൻ പാടില്ല. നമുക്ക് വേണ്ടത് ഒരു മാന്യമായ എക്സ്പെൻസാണ്. ഭക്ഷണം, തെറ്റില്ലാത്ത ഭക്ഷണം, കലർപ്പില്ലാത്ത ആഹാരം, വലിയ ചിലവുകളില്ലാത്ത ജീവിതം. ഇതൊക്കെയാണെങ്കിൽ ആരും ഒരു സ്ഥലത്തും തോറ്റുപോകില്ല. നമുക്കറിയാം, കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചാടിപ്പോകുന്നത് IT ഫീൽഡിലേക്കാണ്. അവർക്ക് മനസ്സിലായി, IT ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അനായാസം ചെയ്യാവുന്നൊരു കാര്യമാണ്. പോകുമ്പോൾ IT ജോലി ചെയ്യുന്ന പിള്ളേർ അവർ വെൽ ഡ്രസ്ഡാണ്, ചിലപ്പോൾ വർക്ക് അറ്റ് ഹോം എന്നാണ്, അവർക്ക് വരാൻ വെഹിക്കിൾ ഉണ്ടാകും, പോകാൻ. ഇതെല്ലാം കണ്ട് ഭയങ്കര അട്രാക്ഷനാണ്. പക്ഷേ ഇടിമിന്നൽ പോലെ ആയിരിക്കും ഇവർക്ക് ചിലപ്പോൾ അവരുടെ ജോലികളെക്കുറിച്ചുള്ളൊരു അറിയിപ്പ് കിട്ടുന്നത്. നോ ജോബ് ടുമാറോ, പ്ലീസ് നോട്ടീസ് എന്ന് പറഞ്ഞ് അയച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കളോടും പറയണം, നിങ്ങൾ എല്ലാത്തിനും നിങ്ങൾ സന്നദ്ധരായിരിക്കണം. എന്തിനേയും എന്തിനേയും അതിജീവിക്കാനുള്ള ഒരു പ്രിക്കോഷൻസ് നമുക്കുണ്ടാകണം. എന്താണ് അതിജീവിക്കുന്ന പ്രിക്കോഷൻ? വി ഷുഡ് ഹാവ് മണി. നമ്മുടെ ബാങ്കിൽ പൈസ ഉണ്ടായിരിക്കണം. എങ്കിൽ നമുക്ക് ഒരു 6 മാസമെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു ബാങ്ക് ബാലൻസ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ കിട്ടുന്ന ശമ്പളത്തിൻ്റെ പകുതിയിൽ എങ്കിലും കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ ചിലവുകൾ നിയന്ത്രിക്കുക. ബാക്കിയുള്ളത് നിങ്ങൾ സേവിങ് ചെയ്യുക. നിങ്ങൾ 1 വർഷമെങ്കിലുള്ള നിങ്ങൾക്ക് 2 വർഷം ഉണ്ടാകുന്ന സേവിങ്സ് നിങ്ങൾക്ക് നല്ലൊരു തുകയാകും. അപ്പോൾ നിങ്ങൾക്കതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ആരും ഒന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അതിനിടയ്ക്ക് നിങ്ങളുടെ ഫാമിലിയാകും, കുഞ്ഞുങ്ങളാകും, പഠിത്തമാകും, ഇവരെല്ലാം നമുക്ക് മീറ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് മണി ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ലാതായി പോകും. അതുകൊണ്ട് ഇനിയിപ്പോൾ 800 പേരുടെ ഒരു ജോലി നഷ്ടപ്പെട്ട വാർത്ത അറിയുമ്പോൾ നാളെ ഇതുപോലെ നമുക്ക് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചിലവുകൾ ചുരുക്കുക, മാക്സിമം ചുരുക്കുക. കിട്ടുന്ന ശമ്പളത്തിൻ്റെ പകുതിയെങ്കിലും നിങ്ങൾ സേവ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ വരുന്ന ആളുകൾ എന്തെങ്കിലും ബുദ്ധിമുട്ട്, നിങ്ങളുടെ ജോബ് പ്രോബ്ലം ഉണ്ടായിരുന്നാലും അത് പിടിച്ച് നിർത്താൻ സാധിക്കൂ. അതുകൊണ്ട് വീണ്ടും പറയുന്നു, ബുദ്ധിമുട്ട് വരുമ്പോൾ സഹായിക്കാൻ ആരും കാണത്തില്ല, ഈശ്വരൻ വരെ കാണില്ല. തീർത്ത് പറയണം. കാരണം നമുക്ക് ആലോചിക്കാനുള്ള ബുദ്ധി ഈശ്വരൻ തന്നിട്ടുണ്ട്. ആ ബുദ്ധി കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഈശ്വരൻ്റെ മുകളിൽ ഇരുന്നിട്ട് പണി തരും. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആവശ്യങ്ങൾക്ക് മാത്രം ചിലവഴിക്കില്ല,
ചിലവഴിക്കുക, ബാക്കിയുള്ളത് ഒരു സേവിങ്സ് ആയിട്ട് വയ്ക്കുക. അവിടെ നിങ്ങൾക്ക് ആ സേവിങ്സിനെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തോളും. ഒരു സേവിങ്സും ഇല്ലാതുള്ളൊരു ഒരു 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 ലൈഫ് സ്റ്റൈൽ ഉണ്ടാകരുത്. ആർഭാടവും വിശാലമായ ആർഭാടവും ഓവർ എക്സ്പെൻസും മറ്റുള്ളവരെ പോഷ് ചെയ്ത് കാണിക്കുക, അവരുടെ മുമ്പിൽ വി ആർ സംതിങ് എന്നുള്ള ആ ഒരു ഇത് കാണിക്കാതെ സൗമ്യമായി മാന്യമായി ജീവിക്കാൻ ശ്രമിക്കുക. എങ്കിൽ നാം ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരില്ല. ഈ മെസ്സേജ് സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെ മുതൽ സേവിങ് ചെയ്യാത്തവർ നാളെ മുതലെങ്കിലും ഒരു സേവിങ്സിനുള്ളൊരു രൂപ കൽപ്പന ചെയ്ത് സേവിങ്സ് മാസത്തിൽ പകുതി ശമ്പളമെങ്കിലും സേവിങ് ചെയ്യാൻ ശ്രമിച്ചാലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയുമായി. ഞാൻ GK തുമ്പക്കാരൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.